ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 191 തുടങ്ങി 196 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത്, നിങ്ങളോട് യുദ്ധത്തിന് വരുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുവിൻ, നിങ്ങൾ അതിക്രമം കാണിക്കരുത്, അള്ളാഹു അതിക്രമം കാണിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് നിർത്തിയത്. അപ്പോൾ ഈ ഒരു ആയത്ത് മദീനയിൽ എത്തിയതിനു ശേഷം അവതരിച്ച ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതകാലത്ത് 13 വർഷക്കാലം യുദ്ധം ചെയ്യാനുള്ള അനുമതി അള്ളാഹുവിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഈ 13 വർഷം പീഡനങ്ങൾ അനുഭവിക്കുമ്പോഴും അള്ളാഹു പറഞ്ഞത് എന്താ? കുഫു ഐദിയക്കും, നിങ്ങളുടെ കരങ്ങളെ അടക്കി വെക്കുക, അതായത് തിരിച്ചടിക്കരുത്, നിങ്ങൾ ക്ഷമിക്കുക എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയി മദീനയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലൊരു രാഷ്ട്രം, നേതൃത്വത്തിലൊരു രാഷ്ട്രം വന്നു. അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരും അറബികളും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തെ അംഗീകരിച്ചു. അങ്ങനെ അവരൊരു മദീന ഡോക്യുമെന്റിലൊക്കെ ഒപ്പിട്ടു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ ഇവർ ഒരു രാഷ്ട്രം പോലെ ജീവിച്ചോളാം എന്നൊക്കെ അവർ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അള്ളാഹുവിൽ നിന്ന് യുദ്ധത്തിനുള്ള അനുമതി ലഭിക്കുന്നത്. ഹിജ്റ 1-ാം വർഷം മദീനയിലോട്ട് പോയി. ഹിജ്റ 1-ാം വർഷമാണ് അള്ളാഹു പറഞ്ഞത്, ഇങ്ങോട്ട് നിങ്ങളെ ഉപദ്രവിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചടിക്കാം, വെറുതെ പോയി യുദ്ധം ചെയ്തോളാനല്ല പറഞ്ഞത്, നിങ്ങളെ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും ഈ ഹിജ്റ 1-ാം വർഷം ഇങ്ങനെ ഒരു അനുമതി കിട്ടിയിട്ടും യുദ്ധം നടക്കുന്നത് ഹിജ്റ 2-ാം വർഷം ബദറിൽ വെച്ചിട്ട്, ബദർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് ബദർ യുദ്ധം. റമളാൻ 17-ന് ബദറിൽ വെച്ചാണ് ആദ്യത്തെ യുദ്ധം നടക്കണത്. അപ്പോൾ ആ യുദ്ധം നടക്കണത് മദീനയിൽ നിന്നും ഒരു 70 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലമാണ് ബദർ. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നമ്മളെ ഇങ്ങോട്ട് ശത്രുക്കൾ ആക്രമിക്കാൻ വന്നപ്പോൾ നടന്ന ഒരു യുദ്ധമാണ് അത്. ഈ യുദ്ധരംഗത്ത് അള്ളാഹു നൽകിയ നിർദ്ദേശങ്ങളാണ് അടുത്ത ആയത്തിൽ പറയണത്. നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَاقْتُلُوهُمْ حَيْثُ ثَقِفْتُمُوهُمْ وَأَخْرِجُوهُمْ مِنْ حَيْثُ أَخْرَجُوكُمْ وَالْفِتْنَةُ أَشَدُّ مِنَ الْقَتْلِ وَلَا تُقَاتِلُوهُمْ عِنْدَ الْمَسْجِدِ الْحَرَامِ حَتَّى يُقَاتِلُوكُمْ فِيهِ فَإِنْ قَاتَلُوكُمْ فَاقْتُلُوهُمْ كَذَلِكَ جَزَاءُ الْكَافِرِينَ. ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ടുമുട്ടിയെടുത്ത് വെച്ച് നിങ്ങൾ അവരെ കൊലപ്പെടുത്തിക്കൊള്ളുവിൻ എന്നാണ്. അപ്പോൾ ഇത് ഏതാണ് സന്ദർഭം നമ്മൾ ആലോചിക്കണം. ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകൾ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു ആയത്താണിത്. കണ്ടില്ലേ, ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അന്യമതസ്ഥരെ കണ്ടാൽ കണ്ടോർത്ത് വെച്ച് കൊന്നോളാനായിട്ട് ഖുറാനിൽ പറയുന്നുണ്ടെന്ന്. ഇത് യുദ്ധരംഗത്ത് അള്ളാഹു നൽകുന്ന ഒരു നിർദ്ദേശമാണ്. യുദ്ധസമയത്ത് നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലായിരിക്കില്ലല്ലോ, ശത്രുക്കളാണ്. അപ്പം അങ്ങോട്ടും കൊന്നോളാനാണ് അള്ളാഹു പറഞ്ഞത്. നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് അവരെ കൊന്നുകൊള്ളുവിൻ എന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞെന്താണ്? അഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂക്കും, നിങ്ങളെ അവർ പുറത്താക്കിയ ഇടത്ത് വെച്ച് നിങ്ങൾ അവരെ പുറത്താക്കുക. ഇതെന്താ ഉദ്ദേശിച്ചത്? മക്കയായിരുന്നു ഇവരുടെ സ്വന്തം രാജ്യം അല്ലേ. മക്കത്ത് നിന്ന് അവരുടെ ധനവും ബന്ധുക്കളെയും എല്ലാം അവർ ഉപേക്ഷിച്ച് ഹിജ്റ വന്നതാണ് മദീനയിലോട്ട്. ആ മദീനയിലോട്ട് ഹിജ്റ വന്ന ആളുകളെ നമ്മൾ പറയണതാണ് മുഹാജിറുകൾ അല്ലേ. പിന്നെ ഉള്ളത് മദീനയിൽ ഇവരെ സ്വീകരിച്ച ആളുകളാണ്, അവരാണ് അൻസാറുകൾ എന്നറിയപ്പെടുന്നത്. അപ്പം ഇവരോട് പറയണെന്താ? നിങ്ങളുടെ വീടുകളിൽ നിന്ന് അവർ നിങ്ങളെ പുറത്താക്കി, അപ്പം അതിനെ നിങ്ങൾ അവിടെ നിന്ന് അവരെയും പുറത്താക്കിക്കോളാനാണ്. പിന്നെ അള്ളാഹു പറയുന്നത് വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. ഫിത്ന എന്ന് വെച്ചാൽ കുഴപ്പം ഉണ്ടാക്കുന്നത് കൊലയേക്കാൾ കഠിനമായ ഒരു കാര്യമാണെന്നാണ് അള്ളാഹു പറഞ്ഞു തരണത് അല്ലേ. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണ പരിപാടി കൊല ചെയ്യുന്നതിനേക്കാളും കഠിനമാണ്. വലാ തുഖാത്തിലൂഹും. പിന്നെ അള്ളാഹു പറഞ്ഞെന്താ? നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത്. ഇൻദൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൻ്റെ അടുക്കത്ത് വെച്ച് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത്. ഏതുവരെയാണ്? ഹത്താ യുഖാത്തിലൂക്കും ഫീ, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നത് വരെ. നമ്മളോട് അവിടെ വെച്ച് യുദ്ധം ചെയ്യരുതെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരിങ്ങോട്ട് യുദ്ധത്തിന് വന്നാലോ നമുക്ക് തിരിച്ച് ചെയ്യാം, നമുക്ക് അല്ലെങ്കിൽ നമ്മളുടെ കാര്യം കഷ്ടമാവും അല്ലേ. അപ്പം അവരിങ്ങോട്ട് യുദ്ധത്തിന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവരോട് യുദ്ധം ചെയ്യാം.
ഫഇൻ ഖാതലൂക്കും, ഇനി അവർ നിങ്ങളോട് യുദ്ധം ചെയ്താൽ ഫഖ്തുലൂഹും, നിങ്ങൾ അവരെ കൊല്ലുവിൻ. അവരിങ്ങടെ യുദ്ധത്തിന് വന്നാൽ നിങ്ങൾ അവരെ കൊന്നോളൂ. കദാലിക ജസാഉൽ കാഫിരീൻ, അങ്ങനെയാണ്, അപ്രകാരമാണ് അവിശ്വാസികൾക്കുള്ള പ്രതിഫലം. അപ്പോൾ അവരിങ്ങോട്ട് യുദ്ധത്തിന് വന്നാൽ നിങ്ങൾ അവരെ കൊന്നുകൊള്ളുവിൻ എന്നാണ് അള്ളാഹു നമുക്ക് പറഞ്ഞത്. ഇത് ഈ സന്ദർഭം ഇതാണ്, യുദ്ധരംഗത്താണ് പറയണ ഒരു ആയത്താണിത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യുദ്ധസമയത്ത് സൈനികന്മാർക്ക് കൊടുക്കണ കുറച്ച് നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ്? യുദ്ധത്തിൽ നിങ്ങൾ സ്ത്രീകളെ കൊല്ലാൻ പാടില്ല, കുട്ടികളെ കൊല്ലാൻ പാടില്ല, വൃദ്ധന്മാരെ ഉപദ്രവിക്കാൻ പാടില്ല. ഇതൊക്കെ നിയമങ്ങളായിരുന്നു. പിന്നെ മുസ്ലിങ്ങളല്ലാത്ത ഒരാൾ നമ്മളെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം നമുക്ക് അവരെ ഉപദ്രവിക്കാൻ അവകാശമില്ല. പിന്നെ പറഞ്ഞുകൊണ്ടുള്ള ഒരു നിർദ്ദേശമാണ് ശത്രുക്കളുടെ മൃതദേഹം ഒരിക്കലും നിങ്ങൾ വികൃതമാക്കരുത്. ഇല്ലേ, ചിലവരുണ്ട് മരിച്ചു കഴിഞ്ഞാലും ദേഷ്യം തീരാത്ത ആൾക്കാരുണ്ട് അല്ലേ. അതിന് ചരിത്രത്തിൽ നിന്നുള്ളൊരു ഉദാഹരണമാണ് ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത് ആരാണ്? വഹ്ഷിയാണ്. ഹിന്ദിന്റെ നിർദ്ദേശപ്രകാരമാണ് വധിച്ചത്. അപ്പോൾ ഹിന്ദിന് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കണ്ടിട്ടും അങ്ങോട്ട് ദേഷ്യം തീർന്നില്ല. എന്നിട്ട് ഈ നെഞ്ച് കീറി കരളെടുത്ത് കടിച്ചു തുപ്പി എന്നാണ് പറയണത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ശത്രുക്കളാണെങ്കിൽ കൂടിയും അവരുടെ മൃതദേഹത്തെ വികൃതമാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ യുദ്ധം എങ്ങനെയായിരിക്കണം? അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരിക്കണം. നമ്മളുടെ ഒരു സ്വകാര്യമായ ഒരു താല്പര്യത്തിന് വേണ്ടി ഒരിക്കലും നമ്മൾ യുദ്ധം ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് ഈ ആയത്തിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഫിത്ന എന്ന് പറയുന്നത് എന്താണ്? അത് കൊലയേക്കാൾ കഠിനമായതാണെന്നാണ് പറയണത്. മനുഷ്യൻ കൊല്ലപ്പെടുന്ന കാര്യം ഒരു കഠിനം തന്നെ, എന്നാൽ ഫിത്നയുടെ കാര്യം അതിനേലും ഭയങ്കരമാണെന്നാണ് പറഞ്ഞത്. അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു ആയത്തിൽ പറയണത്. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൊണ്ടാണ് സൂറത്തുൽ മാഇദയിൽ അള്ളാഹു പറയേണ്ടത്, നിങ്ങൾക്ക് ഒരു കൂട്ടരോട് ശത്രുത ഉണ്ട് എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ അവരോട് അനീതി കാണിക്കരുത്. അപ്പോൾ ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം നീതിപൂർവമാണ്, എന്നിട്ടാണ് നമ്മളാണ് തീവ്രവാദികൾ എന്ന് പറഞ്ഞു നടക്കണേ. അപ്പോൾ ഇസ്ലാം എന്താണെന്ന് അറിയാത്ത ആളുകളാണ്, അല്ലെങ്കിൽ ഖുർആനിൽ എന്താണ് പറഞ്ഞിരിക്കണമെന്ന് അറിയാണ്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത്. പിന്നെ സൂറത്തുൽ മുൻതഹിന 8-ാമത്തെ ആയത്തിൽ അള്ളാഹു എങ്ങനെയാണ് ഒരു മുസ്ലിങ്ങളല്ലാത്ത ആളുകളോട്, അമുസ്ലിങ്ങളോടുള്ള പെരുമാറ്റം എങ്ങനെ ആയിരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. ഈ ആയത്തിൽ അള്ളാഹു പറയണത്, നിങ്ങളുടെ മതവിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരാകട്ടെ, അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യാത്തവരെ, അതായത് നിങ്ങളോട് യാതൊരു ഉപദ്രവത്തിനും വരാത്ത ആളുകളോട് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ അവരോട് നന്മ ചെയ്യണം എന്നാണ് അള്ളാഹു പറഞ്ഞിരുന്നത്. ഏറ്റവും നീതിപൂർവമാണ്, അവരോട് നീതിമുറ പാലിക്കണം എന്നുമാണ് അള്ളാഹു നമുക്ക് അമുസ്ലിങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞു തരണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. യുദ്ധത്തിൻ്റെ കാര്യത്തിലാണ് ഈ ഒരു ആയത്ത് അവതരിച്ചത്. യുദ്ധസമയത്ത് ഉള്ള നിർദ്ദേശങ്ങളാണ് ഇത്. അടുത്ത ആയത്തിൽ പറയണത് ഫഇനിൻ തഹൗ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഇനി ഈ ശത്രുക്കൾ നമ്മളിൽ നിന്ന് വിരമിച്ചാൽ, അവർ യുദ്ധം നിർത്തിയാണെങ്കിൽ അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിച്ച് നല്ല രീതിയിലാവുകയാണെങ്കിൽ നിശ്ചയമായും അള്ളാഹു ഏറെ പൊറുക്കുന്നവരാണ്, കരുണാനിധിയാണെന്നാണ് പറയണത്. ഇനി അടുത്ത ആയത്താണ് നമ്മളിപ്പോൾ വിശദീകരിച്ചത്. ഫഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്നത്തുൻ, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക, എങ്ങനെ കുഴപ്പം ഉണ്ടാകാതിരിക്കുന്നിടത്തോളം വരെ നിങ്ങൾ അവരോട് യുദ്ധം, അത് കുഴപ്പമില്ലാണ്ടാവണ വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുവിൻ. വയക്കൂനദ്ദീനുലില്ല, മതം അള്ളാഹുവിന് ആകുന്നത് വരേക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാവരും ഇസ്ലാം സ്വീകരിക്കണമെന്നല്ല അർത്ഥം. സമാധാനമായി ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരവസരം ഉണ്ടാകുന്നത് വരേക്കും നിങ്ങൾ യുദ്ധം ചെയ്യുക. ഫഇനിൻ തഹൗ, ഇനി അവർ വിരമിച്ചാൽ ഫലാ ഉദ്വാന ഇല്ല അലൽ ളാലിമീൻ, അപ്പോൾ നിങ്ങൾ ശത്രുക്കളുടെ മേൽ യാതൊരു തരത്തിലുള്ള അക്രമവും നടത്താൻ പാടില്ല. അപ്പം ശത്രുക്കൾ ഇങ്ങോട്ട് യുദ്ധത്തിന് വന്നാൽ നിങ്ങൾ തിരിച്ച് യുദ്ധം ചെയ്തോ. ഇനി അവരത് നിർത്തുകയാണെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ച് അവരെ ഉപദ്രവിക്കാൻ പാടില്ല. അപ്പോൾ കുഴപ്പം ഉണ്ടാകാതിരിക്കുന്നത് വരേക്കും, പിന്നെ അല്ലെങ്കിൽ ദീന് അള്ളാഹുവിനാകുന്നത് വരേക്കും നിങ്ങൾ യുദ്ധം ചെയ്യുവാൻ, അവരതിൽ നിന്ന് വിരമിച്ചാൽ പിന്നെ നമ്മൾ അവരോട് അക്രമത്തിന് പോകാൻ പാടില്ല. ഇത്രയാണ് യുദ്ധരംഗത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അടുത്ത ആയത്തിൽ പറയണത് അഷ്ഷഹറുൽ ഹറാമു ബിഷ്ഷഹരിൽ ഹറാം, എന്താണ്? പവിത്രമായ മാസം പവിത്രമായ മാസത്തിന് പകരമാകുന്നു. വൽ ഹുറുമാത്തു ഖിസാസ്, ഹുറുമത്തുകൾ പ്രതികാരമാകുന്നു. അതാണ് ഈ ആയത്തിൽ പറയണത്. അതായത് പവിത്ര മാസം എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാണ്? 4 മാസങ്ങളെ അള്ളാഹു പവിത്ര മാസങ്ങളായിട്ട് എണ്ണിയിട്ടുണ്ട്. അതിൽ ദുൽഖഅദ, ദുൽഹജ്ജ്, മുഹറം, റജബ്, ഈ 4 മാസങ്ങളാണ്. അപ്പോൾ ദുൽഖഅദ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹജ്ജിന് വേണ്ടി ആളുകൾ ദൂര സ്ഥലത്തു നിന്നൊക്കെ വരണ ഒരു മാസമാണ്. ദുൽഹിജ്ജ എന്ന് വെച്ചാൽ ഹജ്ജ് കർമ്മം നടക്കുന്ന മാസം. മുഹറം എന്ന് വെച്ചാൽ ഹജ്ജ് കഴിഞ്ഞ് ആളുകൾ
തിരിച്ചു പോണ ഒരു സമയമാണ് മുഹറം മാസം. അപ്പോൾ ഈ ഒരു 3 മാസവും പിന്നെ റജബ് മാസം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് സമാധാനപൂർവ്വം ഉംറ നിർവഹിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് റജബ് മാസത്തിനെയും അള്ളാഹു പവിത്ര മാസമായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ 4 മാസത്തിൽ നമ്മൾ യുദ്ധം ചെയ്യാൻ പാടില്ല. ഇനി ആരെങ്കിലും ഇങ്ങോട്ട് യുദ്ധത്തിന് വന്നാലോ, അപ്പോൾ നമുക്ക് തിരിച്ചവരോട് യുദ്ധം ചെയ്യാം. അപ്പോൾ ഈ ജാഹിലിയത്തിൽ അവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പവിത്ര മാസങ്ങളെ ഇടയ്ക്ക് അവർക്ക് അത്യാവശ്യം വരുമ്പോൾ ഇപ്പൊ ഏതെങ്കിലും ഈ ഒരു 4 മാസത്തിൽ ഏതെങ്കിലും അവർക്ക് ഏതെങ്കിലും ഒരു ഗോത്രത്തിനോട് യുദ്ധം ചെയ്യണം എന്ന് തോന്നിയാൽ, അനിവാര്യമായി തോന്നിയാൽ അവരെന്ത് ചെയ്യും, ഈ പവിത്ര മാസത്തിനെ പതുക്കെ അങ്ങോട്ട് വേറെ മാസത്തിലോട്ട് മാറ്റിവെക്കും. അവർ ആ മാസത്തിൽ യുദ്ധം ചെയ്യും. എന്നിട്ട് അതിന് പകരം വേറൊരു മാസത്തെ പവിത്ര മാസമായി ആചരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ജാഹിലിയത്തിൽ. അപ്പൊ അതിനെ കുറിച്ചിട്ട് സൂറത്തു തൗബയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ അള്ളാഹു പറയുന്നതാണ്, അവര് ഇത് പവിത്ര മാസങ്ങളാണെങ്കിലും അവരിങ്ങോട്ട് യുദ്ധത്തിന് വരികയാണെങ്കിൽ നമുക്ക് തിരിച്ചവരോട് യുദ്ധം ചെയ്യാം. ഈ ഇഷ്ടത്തിനനുസരിച്ച് ഈ മാറ്റുന്നതിനെ പറയണത് നസീ എന്നാണ്. ഈ മാസങ്ങളെ മാറ്റി വെക്കണതിനെ പറയണതാണ് നസീ. പിന്നെ ഈ നിയമം മുശ്രിക്കുകളുടെ ഇടയിലും ബാധകമായിരുന്നു. ഈ പവിത്രമായ മാസങ്ങളായിട്ട് ഇതിനെ കണക്കാക്കുക എന്നുള്ളത് അവരുടെ ഇടയിലും ബാധകമായ ഒരു കാര്യമായിരുന്നു. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ തിരിച്ചടിക്കുകയാണ് അവരെടുത്ത്, അവരിങ്ങോട്ട് യുദ്ധത്തിന് വരുമ്പോൾ തിരിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവർ ചെയ്ത അത്ര മാത്രമേ നമ്മൾ അവരോട് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതലായിട്ട് നമ്മൾ അവരോട് അക്രമം കാണിക്കാൻ പാടില്ല. അതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അടുത്ത പോർഷനിൽ അതാണ് പറയണത്. ഫമനി അത്തദ, അതിനാൽ ആരെങ്കിലും അതിക്രമം ചെയ്തു, അലൈക്കും നിങ്ങളുടെ മേൽ, ഫഅതദു അലൈഹി, അപ്പോൾ നിങ്ങളും അക്രമം ചെയ്യുക, ബിമിസ്ലി മഅതദ അലൈക്കും, അവര് നിങ്ങളോട് എത്രത്തോളമാണോ അക്രമം കാണിച്ചത് അതേ തോതിൽ തന്നെയാണ് നമുക്ക് തിരിച്ചവരോട് കാണിക്കാൻ പാടുള്ളൂ. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, വഅലമു, നിങ്ങൾ അറിയുകയും ചെയ്യുക, അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അല്ലാഹു സൂക്ഷ്മത പാലിക്കുന്നവരുടെ കൂടെയാണെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യുക. അത്രയേ ഉള്ളൂ ഈ ഒരു ആയത്ത്. അടുത്ത ആയത്തിൽ പറയണത് وأنفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة وأحسنوا إن الله يحب المحسنين. ഇതിൽ പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക, നിങ്ങൾ നിങ്ങളുടെ കൈകളെ നാശത്തിലേക്ക് ഇടുകയും ചെയ്യരുത്, നിങ്ങൾ നന്മ ചെയ്യുക, നിശ്ചയമായും അള്ളാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഈ ആയത്തിൽ പറയണത്. അപ്പോൾ ഈ ഒരു ആയത്ത് അവതരിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ, ഈ അൻസാറുകൾ നമ്മൾ പറഞ്ഞു അല്ലേ, മദീനയിലെ മുഹാജിറുകളെ സ്വീകരിച്ച ആളുകളാണ് അൻസാറുകൾ. അപ്പൊ അവരെന്താ, ഈ മുഹാജിറുകളുടെ കയ്യിൽ ഒന്നും ഇല്ലാണ്ടാണ് അവർ വന്നത്. അപ്പൊ അവരവരുടെ ധനത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നും അവർ ഇവർക്ക് വേണ്ടി പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഇസ്ലാമിന് പ്രതാപവും ശക്തിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ ചെറിയൊരു സംസാരം ഉണ്ടായി. ഇനിയിപ്പോ ഇസ്ലാമിന് പ്രതാപമൊക്കെ വന്നു, നമ്മൾ ഇത്ര നാള് ചെലവഴിച്ചതുപോലെ സ്വത്തൊന്നും ചെലവഴിക്കണ്ട എന്നൊരു സംസാരം ഉണ്ടായി. അപ്പൊ അതിനെ തുടർന്നുകൊണ്ടാണ് ഈ ആയത്ത് അവതരിച്ചത്. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുവിൻ, നിങ്ങൾ നിങ്ങളുടെ കൈകളെ കൊണ്ട് നാശത്തിലിടരുതെന്ന് പറഞ്ഞ നമ്മൾ നല്ലതായ കാര്യത്തിന് വേണ്ടി ആയിരിക്കണം ചെലവഴിക്കേണ്ടത്. ആ ചെലവഴിക്കേണ്ട സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ എടുത്തു വെക്കലും പിന്നെ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുകയും ചെയ്യുന്ന കാര്യത്തിനാണ് നിങ്ങളുടെ കൈകളെ നിങ്ങൾ നാശത്തിലിടരുത്. അതൊരു ആലങ്കാരികമായി അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ പണം ചെലവഴിക്കണം, അത് ചെലവഴിക്കണത് അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് വെച്ചാൽ എന്താണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന എല്ലാ വിഷയങ്ങളും, യുദ്ധരംഗത്ത് മാത്രമല്ല ഇസ്ലാമിന്റെ നിലനിൽപ്പിനും അഭിവൃദ്ധിക്കും വളർച്ചയ്ക്കും ആവശ്യമായ കാര്യങ്ങൾ, ശത്രുക്കളുമായുള്ള സമരങ്ങൾ, ഈ സമയത്തൊക്കെ നമ്മൾ ധനം ചെലവഴിക്കണം. അല്ലാണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിന് നമ്മൾ ധനം ചെലവഴിക്കാൻ പാടില്ല എന്നും ഇതിൽ നിന്ന് അള്ളാഹു പറഞ്ഞു തരാണ്. ഇനി അടുത്ത ഒരായത്തിൽ പറയണത് ഹജ്ജിന്റെ നിയമങ്ങളാണ്. നോക്കാം. വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. അത്തമ്മ എന്ന് വെച്ചാൽ പൂർത്തിയാക്കൂ എന്നാണ് അള്ളാഹു പറയണത്. അൽ ഹജ്ജ വൽ ഉംറത, ഹജ്ജും ഉംറയും നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി പൂർത്തിയാക്കി ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹജ്ജ് ആർക്കൊക്കെയാണ് നിർബന്ധമുള്ളത്? ആരോഗ്യവും സമ്പത്തുമുള്ള എല്ലാ മുസ്ലിമിനും നിർബന്ധമായ ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതിപ്പോൾ നമ്മൾ നമസ്കരിക്കാത്തത് പോലെ തന്നെ കുറ്റക്കാരാണ്. നമുക്ക് സമ്പത്ത് അള്ളാഹു നൽകിയിട്ടുണ്ട്, ആരോഗ്യം നൽകിയിട്ടുണ്ട്, പക്ഷേ ഹജ്ജിന് പോണില്ല അല്ലെങ്കിൽ ഉംറയ്ക്ക് പോണില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യണ ഒരു തെറ്റ് തന്നെയാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ ഉത്തരം പറയേണ്ട ഒരു കാര്യം തന്നെയാണത്.
പിന്നെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വയസ്സായിട്ട് ചെയ്യേണ്ട ഒരു കർമ്മമാണോ? ഒരിക്കലും അല്ല. നല്ല ആരോഗ്യമുള്ള സമയത്താണ് ചെയ്യേണ്ടത്. അള്ളാഹു പറഞ്ഞു, എന്താ നിങ്ങൾ ഹജ്ജും ഉംറയും പൂർത്തിയാക്കി ചെയ്യും. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലാണ് അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ സൂറത്ത് ആലു ഇമ്രാൻ 96, 97 ആയത്തുകളിൽ അള്ളാഹു നമ്മളെ ക്ഷണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് കഅബ എന്ന് അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ആ ആയത്തൊന്ന് നോക്കാം. ഇന്ന ഔവല ബൈത്തി മുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകം വഹുദൻ ലിൽ ആലമീൻ എന്നാണ് അള്ളാഹു പറഞ്ഞത്. എന്താ? നിശ്ചയമായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതായ ഒന്നാമത്തെ വീട് അതാണ് കഅബ. അത് അനുഗ്രഹിക്കപ്പെട്ടതും ലോകർക്ക് മാർഗദർശനമായും കൊണ്ടാണ് അത് അള്ളാഹു നിർമ്മിച്ചു തന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ, പല കോട്ടകളും ഒക്കെ കാണാൻ പോകണല്ലോ. അപ്പോൾ ഇത് പുരാതനമായ ഒരു ഭവനമാണ്. അള്ളാഹു അവിടേക്ക് നമ്മളെ വിളിക്കണം. അവിടെ വന്നാൽ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നാണ് പറയണത്. അതിൽ സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. മഖാമ് ഇബ്രാഹിം ഉണ്ട്. അതിലാരെങ്കിലും പ്രവേശിച്ചാൽ നിങ്ങൾ നിർഭയനായിരിക്കും. ആർക്കെങ്കിലും അങ്ങോട്ട് എത്തിപ്പെടാൻ സാധിച്ചാൽ ഹജ്ജ് ചെയ്യൽ അവർക്ക് ഒരു ബാധ്യതയാണ്, അള്ളാഹുവിനോടുള്ള ഒരു ബാധ്യതയാണെന്നാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഹജ്ജിന് എന്താണ് നിർണിതമായ ഒരു സമയമുണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി ഹജ്ജ് ചെയ്യാൻ പറ്റില്ല. ഹജ്ജിന് കറക്റ്റായ ഒരു സമയമുണ്ട്, സ്ഥലമുണ്ട്. ആ ഒരു ടൈമിൽ മാത്രമേ നമുക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞെന്താ, ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ എല്ലാ പാപങ്ങളും പുറത്തുകൊണ്ട് അള്ളാഹു നമ്മളെ തിരിച്ചയക്കും എന്നാണ്. അത് മനുഷ്യനും തമ്മിലുള്ള ഇടപാടുകൾ അതിൽ പെടൂല. നമ്മളും അള്ളാഹും തമ്മിലുള്ള കർമ്മങ്ങളിൽ വീഴ്ച വന്നാലൊക്കെ അള്ളാഹു നമുക്ക് എല്ലാ തെറ്റുകളും പുറത്തു തരും. ഹജ്ജ് കൃത്യമായി അതിൻ്റെ രീതിയിൽ നിർവഹിച്ചാൽ എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആയത്തിൽ ഹജ്ജിന്റെ നിയമങ്ങളാണ് പറയണത്. അപ്പം ഇനി പറഞ്ഞു നിങ്ങൾ പൂർത്തിയാക്കി ചെയ്യുക എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു നിങ്ങളിനി ഉപരോധിക്കപ്പെട്ടാൽ, നമ്മൾ ഹജ്ജിന് പോവുകയാണ്, അപ്പോൾ ഇടയിൽ വെച്ചിട്ട് നമ്മൾ തടയപ്പെടുകയാണ്. ഫൈൻ ഒഹ്സിർത്തും, നിങ്ങൾ ഉപരോധിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ തടയപ്പെട്ടാൽ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫമസ്തൈസറ മിനൽ ഹദീർ, അപ്പോൾ നിങ്ങളുടെ കഴിവിൽ നിന്നും എളുപ്പമായ ഒരു ബലികർമ്മം നടത്തുക. അപ്പോൾ ഇതിന് 3 അഭിപ്രായം പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഹജ്ജിന് പോണതിൻ്റെ ഇടയിൽ യാത്ര തടസ്സപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് തന്നെ ഒരു ബലിമൃഗത്തെ അറുത്ത് നിങ്ങൾക്ക് മുടിയെടുത്തിട്ട് തിരിച്ചു പോകാം. അവസാനത്തെ കർമ്മമാണ് അല്ലേ? നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവസാനം ഇഹ്റാമിൽ നിന്നും തഹല്ലുലാവുന്ന അവസാനത്തെ കർമ്മം അതാണ്, മുടി കളയലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബലിമൃഗത്തെ അറുത്തിട്ട് മുടി കളഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം എന്ന് പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞു വലാ തഹ്ലിക്കൂർ ഊസക്കും, നിങ്ങൾ നിങ്ങളുടെ തലകളെ മുണ്ടനം ചെയ്യരുത്. ഹത്താ യബ്ലുഗൽ ഹദിയു മഹില്ല, ഈ ബലിമൃഗം അതിൻ്റെ സ്ഥാനത്ത് എത്തുന്നത് വരേക്കും നിങ്ങൾ നിങ്ങളുടെ മുടി എടുക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ 1-2 അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. വെച്ചാൽ നമ്മൾ അങ്ങോട്ട് ഹജ്ജിന് പോണ വഴിക്ക് നമ്മൾ വഴി തടസ്സപ്പെട്ടു, നമുക്ക് പോകാൻ സാധിക്കുന്നില്ല. പക്ഷെ നമ്മൾ ബലിമൃഗത്തെ അങ്ങോട്ട് എത്തിക്കണം. ബലിമൃഗത്തിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? കഅബത്തിങ്കലാണ്, അവിടെയാണ് ബലി ഇറക്കേണ്ടത്. അപ്പോൾ ദുൽഹജ്ജ് 10 ആവുമ്പോഴത്തേനും വേറെ ആരെങ്കിലും ഇത് എത്തിക്കണം എന്നാണ് ഒരു അഭിപ്രായം. പക്ഷെ അത് അത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് നമുക്കറിയില്ല. നമുക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ബലിമൃഗത്തെ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല എന്ന് ഒരു അഭിപ്രായം ഉണ്ട്. പിന്നെ പറയണത് എന്താ വെച്ചാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം അവിടെ. കാരണം ദുൽഹജ്ജ് 10 ബലി നടക്കണത്. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് നമ്മളെവിടെയാണോ തടയപ്പെട്ടത് അവിടെ നമുക്ക് ആ ബലിമൃഗത്തെ ദുൽഹജ്ജിന് 10 അറുത്തിട്ട് മുടിയെടുത്തിട്ട് നമുക്ക് തിരിച്ചു പോകാം എന്നാണ് അടുത്തൊരു അഭിപ്രായം. അപ്പൊ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മളൊരു ഹജ്ജിന് പോകുന്നു, വഴിയിൽ തടസ്സപ്പെട്ടാൽ ഒന്നില്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് ഒരു ബലിമൃഗത്തെ അറക്കാം, മുടിയെടുത്തിട്ട് തിരിച്ചു പോകാം. ഇനി അല്ലെങ്കിൽ ബലിമൃഗത്തെ അങ്ങോട്ട് മക്കത്ത് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എത്തിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ആ തടയപ്പെട്ട സ്ഥലത്ത് വെയിറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ദുൽഹജ്ജ് 5-നൊക്കെയാണ് തടയപ്പെട്ടെങ്കിൽ 10 വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ആ ദിവസം നമ്മൾ ബലി അറുത്തിട്ട് മുടിയെടുത്ത് നമുക്ക് തിരിച്ചു പോകാം. പിന്നെ അവിടെ നമുക്ക് തടഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ചെയ്യാം എന്നുള്ളതിന് ഒരു സംഭവം ഉദാഹരണമായിട്ട് പറയണത് ഇതാണ്. ഹുദൈബിയ സന്ധി നടന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഹജ്ജിന് വന്നു. അപ്പോൾ മുശ്രിക്കുകൾ തടഞ്ഞു, ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഹുദൈബിയ സന്ധിയൊക്കെ ഒപ്പിട്ടു. ഇവർ തിരിച്ചു പോകാൻ റെഡിയായി നിൽക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്ന ഒട്ടകത്തെ ബലിമൃഗത്തെ അറുത്ത് മുടിയെടുക്കാൻ പറഞ്ഞു. ഒറ്റ സ്വഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചില്ല. നബി ഒരുപാട് വിഷമിച്ചൊരു സന്ദർഭമാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന പത്നി.
അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, താങ്കൾ വിഷമിക്കേണ്ട, താങ്കൾ ആദ്യം പോയി ഒരു ബലിമൃഗത്തെ അറക്കുക, എന്നിട്ട് മുടിയെടുക്കുക, അപ്പോൾ ബാക്കിയുള്ളവർ ചെയ്തോളും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അതുപോലെ തന്നെ സ്വഹാബികൾ ചെയ്തു തിരിച്ചുപോയി. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മൾ എവിടെയെങ്കിലും തടസ്സപ്പെട്ടാൽ അവിടെ വെച്ച് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ വെച്ച് തന്നെ ബലിമൃഗത്തെ അറുത്തുകൊണ്ട് തിരിച്ചു പോകാം എന്നുള്ള ഒരഭിപ്രായം പറയണത്. പിന്നെ ഇനി അടുത്തൊരു ഭാഗം പറയണതാണ്, ഇനി നിങ്ങൾക്ക് ആരെങ്കിലും അസുഖം വന്നു, തടയപ്പെട്ടിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു, ഫമൻ കാന മിൻകും മരീളൻ, നിങ്ങളൊരു രോഗിയായി, അല്ലെങ്കിൽ ഔ ബിഹി അതൻ മിർ റഅസി, അല്ലെങ്കിൽ തലയിൽ എന്തെങ്കിലും ഉപദ്രവം വന്നു, അതായത് തലയിൽ ഇപ്പം എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു, മുടി എടുക്കേണ്ട ഒരു സിറ്റുവേഷനായി. നമുക്ക് ഈ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ കുറച്ച് നിയമങ്ങളുണ്ട്. എന്താണ്, തുന്നിയ വസ്ത്രമൊന്നും ഇടാൻ പാടില്ല, നഖം മുറിക്കാൻ പാടില്ല, ഇപ്പം ആണുങ്ങളാണെങ്കിൽ തല മറക്കാൻ പാടില്ല, പിന്നെ മുടി മുറിച്ച് കളയാൻ പാടില്ല, പിന്നെ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് നമ്മൾക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ തലയിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നു, മുടി എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾക്ക് മുടിയെടുക്കാം, പകരം നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്താൽ മതി. ഫഫിദിയത്തും മിൻ സിയാമിൻ, എന്താ, ഒന്നില്ലെങ്കിൽ നോമ്പ് കൊണ്ടുള്ള, അല്ലെങ്കിൽ ഔ സ്വതക്കത്തിൻ, അല്ലെങ്കിൽ ദാനധർമ്മം, ഔ നുസുക്ക്, അല്ലെങ്കിൽ ഒരു ബലികർമ്മം. ഇത്രയാണ് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത്. എണ്ണ ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഒരു നോമ്പെടുക്കുക, നോമ്പെട് കൊണ്ട് നിങ്ങൾക്ക് അതിന് പ്രായശ്ചിത്തം ചെയ്യാം, അല്ലെങ്കിൽ ദാനധർമ്മം കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ബലിയറക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നോമ്പാണെങ്കിൽ 3 നോമ്പെടുക്കുക, അല്ലെങ്കിൽ സ്വതക്കയാണെങ്കിൽ ദാനധർമ്മമാണെങ്കിൽ 6 പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്ന ആട്, മാട്, ഒട്ടകം ഇതിലേതിലാണ് പറ്റണമെന്ന് വെച്ചാൽ ഇതിലേതെങ്കിലും ഒന്നിനെ അറക്കുക. ഇതാണ് പ്രായശ്ചിത്തം പറഞ്ഞു തരണത്. അപ്പം അങ്ങനെയാണ്. ഇപ്പം മുടി എടുക്കുകയാണ്, ഇപ്പം നഖത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു, നഖം എടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ നമുക്ക് ചെയ്യാം. പിന്നെ ഹജ്ജിന്റെ റുക്കുനുകൾ എന്ന് പറയണത് കാര്യങ്ങളുണ്ട്, നിർബന്ധമായും പാലിക്കേണ്ട കാര്യങ്ങൾ. അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പൊ അറഫ നമുക്കറിയാം, അറഫയിൽ ഒരാൾക്ക് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ, ദുൽഹജ്ജ് 9 അറഫയിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അയാൾക്ക് ഹജ്ജ് കിട്ടൂല. അപ്പൊ ഒരാൾക്ക് നിൽക്കാൻ പറ്റിയില്ല, പകരം ഈ പ്രായശ്ചിത്തം ചെയ്താൽ ശരിയാവോ? പറ്റില്ല. അതുപോലെ തന്നെയാണ് തവാഫുൽ ഇഫാള, അല്ലെങ്കിൽ ഇഹ്റാമിൽ പ്രവേശിക്കാണ്ട് ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ ദുൽഹജ്ജ് 10 ഇതൊക്കെ ഹജ്ജിന്റെ റുക്കുനുകളിൽ പെട്ട കാര്യങ്ങളാണ്. ഇതൊന്നുമല്ല, അല്ലാണ്ട് ഈ ഇഹ്റാമിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം ചെയ്യാൻ പാടില്ലാത്ത, ഇപ്പോൾ എന്താണ്, ജന്തുക്കളെ വേട്ടയാടാൻ പാടില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേതെങ്കിലും നമുക്ക് തെറ്റുപറ്റി പോയാൽ അതിനുള്ള പ്രായശ്ചിത്വമാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഇനി പറയാണ് ഫഇദാ അമിൻതും, ഇനി നിങ്ങളെ തടയപ്പെട്ടിട്ടൊന്നുമില്ല, നിങ്ങൾ നിർഭയരാണ്. എന്നിട്ട് ഫമൻ തമത്തു ബിൽ ഉംറത്തി, നിങ്ങൾ ഉംറയ്ക്ക് ശേഷം നിങ്ങൾ സുഖമെടുത്തു, ഇലൽ ഹജ്ജ് വരെയുള്ള ടൈമിൽ, ഫമസ്തൈസറ മിനൽ ഹദി, എന്നാൽ നിങ്ങൾക്ക് സൗകര്യമായത് നിങ്ങൾ ബലിയർക്കണം. ഇത് പറയണത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഹജ്ജ് 3 ടൈപ്പിൽ ചെയ്യാൻ പറ്റും. ഒന്ന് ഇഫാദ എന്ന് പറയും, അത് ഹജ്ജിന് വേണ്ടി മാത്രം ഇഹ്റാമിൽ ദുൽഹജ്ജ് 8 വന്ന് എന്താണ് ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് ചെയ്യുക, തിരിച്ചു പോവുക. അപ്പൊ ഹജ്ജിന് വേണ്ടി മാത്രം വരണ ഒരു കാര്യമാണ് ഇഫാദ. ഒന്നില്ലെങ്കിൽ അങ്ങനെ ഹജ്ജ് ചെയ്യാം. പിന്നെ കിറാൻ എന്ന് പറഞ്ഞൊരു രീതിയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഹജ്ജും ഉംറയും ഒരുമിച്ച് ചെയ്യാം. ഒരാൾ വന്നു, ഉംറ ചെയ്തു, പിന്നെ ഇഹ്റാമിൽ നിന്നും അയാൾ തഹല്ലുലായില്ല, ആ സെയിം ഇഹ്റാമിൽ തന്നെ നിന്നുകൊണ്ട് ഹജ്ജും ചെയ്തതിന് ശേഷം തിരിച്ചു പോവാം. പിന്നെ അടുത്തൊരു രീതി എന്താണെന്ന് വെച്ചാൽ തമത്തു ആയിട്ട് ഹജ്ജ് ചെയ്യാം. അതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പോണ ആളുകളൊക്കെ ചെയ്യണം. അങ്ങനെയാണ് ചെയ്യണത്. എന്നുവെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് പോയി ഉംറ ചെയ്തു, ഉംറയ്ക്ക് ശേഷം നമ്മൾ അല്പമൊന്ന് സുഖമെടുത്തു, അതായത് ഇഹ്റാമിൽ നിന്ന് നമ്മൾ തഹല്ലുലായി. പിന്നെ നമുക്ക് ഹജ്ജ് വരെയുള്ള സമയത്തിനിടയിൽ നമുക്ക് സാധാരണ ഡ്രസ്സ് ധരിക്കുക, സുഗന്ധം പൂശൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹജ്ജിന്റെ സമയത്തുമ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യുക. അങ്ങനെ നമ്മൾ തമത്തു ആയിട്ട് ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ, അതാണ് പറയണത് ഇവിടെ, ഫഇദാ അമിൻതും ഫമൻ തമത്ത ബിൽ ഉംറത്തി ഇലൽ ഹജ്ജ്, ഉംറയ്ക്ക് ശേഷം ഹജ്ജ് വരെ നിങ്ങൾ സുഖമെടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ബലിമൃഗത്തെ നിങ്ങൾ അതിന് സൗകര്യമായതിനെ നിങ്ങൾ ബലിയർക്കണം. ഇനി ഫമല്ലം യജിദ്, നിങ്ങൾക്കിപ്പോൾ കിട്ടിയില്ല, ഒരു ബലിമൃഗത്തെ അറക്കാൻ കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത്രയും പൈസ ഇല്ല, ഒരു മൃഗത്തെ വാങ്ങിച്ചറക്കാനുള്ള പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസിയാമു, എന്നാൽ നിങ്ങൾ നോമ്പെടുക്കണം. സലാസത്തി അയ്യാമിൻ, 3 ദിവസങ്ങളിൽ നിങ്ങൾ നോമ്പെടുക്കണം. ഫിൽ ഹജ്ജിന്റെ ദിവസങ്ങളിൽ 3 നോമ്പെടുക്കുക. വസബഅത്തിൻ, പിന്നെ 7 ഇദാ റജഅതും, നിങ്ങൾ നാട്ടിലെത്തിയാൽ 7 അങ്ങനെ ടോട്ടൽ 10 നോമ്പ്. തിൽക അശറത്തുൻ കാമില, അങ്ങനെ നിങ്ങൾ 10 പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞത്.
അപ്പോൾ ഇതെങ്ങനെയാണ് തമത്തു ആയിട്ട് ഹജ്ജ് ചെയ്യണ ആൾക്കാർക്ക് ബലിമൃഗത്തെ അറക്കുക. ഇനി ബലിമൃഗത്തെ കിട്ടിയില്ലെങ്കിൽ ഹജ്ജിന്റെ ദിവസങ്ങളിൽ 3 ദിവസം നോമ്പെടുക്കുക, ബാക്കി മടങ്ങിയെത്തി 7 ദിവസം നോമ്പെടുക്കുക. ഈ ഹജ്ജിന്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? ദുൽഹജ്ജ് 8 തുടങ്ങി ദുൽഹജ്ജ് 13 വരെയുള്ള ദിവസങ്ങളാണ്. അപ്പൊ അതിന് ഓരോ ദിവസത്തിനും പേരുകളുണ്ട്. ദുൽഹജ്ജ് 8 പറയുന്നത് യൗമു തർവിയ എന്നാണ്. തർവിയ എന്ന് വെച്ചാൽ വെള്ളം കൊടുക്കൽ എന്നാണ്. അപ്പൊ അന്ന് ഹജ്ജിന് വേണ്ടി പോവാനായിട്ട് ഒട്ടകത്തിനൊക്കെ വെള്ളം കൊടുത്ത് റെഡി ആവണ ഒരു ദിവസം, അതാണ് യൗമു തർവിയ എന്നറിയപ്പെടുന്നത്. പിന്നെ ദുൽഹജ്ജ് 9 എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, യൗമുൽ അറഫ. അറഫ ദിനം നമ്മൾ ഹജ്ജിന് പോവാത്ത ആളുകൾ നമ്മൾ നോമ്പെടുക്കണ ദിവസം. ദുൽഹജ്ജ് 10 പറയണാണ് ബലി ദിവസം, യൗമുൻ നഹ്ർ, അറക്കണ ദിവസം, ബലി നടത്തണ ദിവസമാണത്. പിന്നെ 11, 12, 13 നമുക്കറിയാം അയ്യാമു തശ്രീഖ്. അപ്പൊ ഈ ദിവസങ്ങളാണ് ഹജ്ജിന്റെ ദിവസങ്ങൾ. അപ്പൊ ഈ ദിവസങ്ങളിൽ നിന്നും 3 ദിവസം നോമ്പെടുക്കുക, പിന്നെ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ, നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ബാക്കി 7 ദിവസവും എടുക്കാം. പിന്നെ ദാലികലിമല്ലം യകുൻ അഹ്ലുഹു ഹാദിരിൽ മസ്ജിദുൽ ഹറാം. ഈ നിയമം ആർക്കാണ് ബാധ്യതയുള്ളത്? മസ്ജിദുൽ ഹറാമിന്റെ അടുത്ത് താമസിക്കാത്തവർക്കാണ്. അവിടെ താമസിക്കുന്നവർക്ക് ഈ നിയമം ബാധകമല്ല. നമ്മൾ ദൂരെ നിന്ന് വരണ ആളുകൾക്കാണ് ഈ നിയമം ബാധകമായിട്ടുള്ളത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഅലമു, അറിയുകയും ചെയ്യുക. അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, നിശ്ചയമായും അള്ളാഹു കഠിനമായി ശിക്ഷാ നടപടി എടുക്കുന്നവനാണ് എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. ഈ നിയമമൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, അള്ളാഹു കഠിനമായി ശിക്ഷാ നടപടി എടുക്കുന്നവനാകുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ അറിഞ്ഞ് മനസ്സിലാക്കി വേണം ഹജ്ജിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ആദ്യം പറഞ്ഞത് യുദ്ധരംഗത്തെ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ കൈകളെ കൊണ്ട് നാശത്തിലിടരുത് എന്ന് പറഞ്ഞു. പിന്നെ പവിത്രമായ മാസങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തന്നു. 4 മാസം. ആ പവിത്രമായ മാസത്തിൽ യുദ്ധം നിഷിദ്ധമാണ്. ഇനി ആരെങ്കിലും ഇങ്ങോട്ട് യുദ്ധത്തിന് വന്നാൽ തിരിച്ച് നമുക്ക് അങ്ങോട്ട് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഈ ഹജ്ജിന്റെ നിയമങ്ങളാണ്. ഹജ്ജിന് നമ്മൾ പോവാണ്, ഇടയിൽ വെച്ച് നമ്മൾ തടസ്സപ്പെട്ടാൽ നമുക്കൊരു ബലിമൃഗത്തെ അറുത്തുകൊണ്ട് മുടിയെടുത്ത് തിരിച്ചു പോരാം. ഇനിയല്ല, നിങ്ങളുടെ തലയിൽ ആരും തടയപ്പെട്ടിട്ടൊന്നുമില്ല. നിങ്ങൾ അവിടെ ഹജ്ജിന് പോയി നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ബാധിച്ച് മുടിയെടുക്കേണ്ട ഒരു അവസ്ഥയോ അല്ലെങ്കിൽ നഖം മുറിക്കേണ്ട ഒരു അവസ്ഥയോ ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? 3 നോമ്പെടുക്കണം, അല്ലെങ്കിൽ 6 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ബലിമൃഗത്തെ അറക്കണം. ഇനി നിങ്ങൾ തമത്വമായിട്ടാണ് ഹജ്ജ് ചെയ്യണമെങ്കിൽ അപ്പോഴും ഇത് തന്നെയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ബലിമൃഗത്തെ അറക്കണം. പിന്നെ പറഞ്ഞു അത് ബലിമൃഗത്തെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? 10 നോമ്പാണ് എടുക്കേണ്ടത്. അതിൽ 3 എണ്ണം ഹജ്ജിന്റെ ദിവസങ്ങളിലും 7 എണ്ണം നിങ്ങൾ മടങ്ങിയെത്തിയിട്ടും എടുക്കണം. അങ്ങനെ ടോട്ടൽ 10 നോമ്പ് എടുക്കണം. ഇതൊക്കെയാണ്. ഇത് ആർക്കാണ്? തമത്വമായിട്ട് ഹജ്ജ് ചെയ്യണ ദൂരെ നിന്ന് വരുന്ന ആളുകൾക്കുള്ള നിയമമാണിത്. അവിടെ മസ്ജിദുൽ ഹറാമിന്റെ അടുത്ത് ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്, താമസിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, അള്ളാഹു ഏറ്റവും കഠിനമായി ശിക്ഷാ നടപടി എടുക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പേജ് അവസാനിക്കണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത പേജ് അടുത്തൊരു ഓഡിയോയിൽ നോക്കാം. എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അറിയിക്കണം. അപ്പോൾ നമുക്ക് നിർത്താം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.